മൊഴികളിൽ നീരാടാം മിഴികൾ നീന്തിയലയ ഇരുളിലോ ഹായ് ആൻഡ് വെൽക്കം ടു വട്ടവട. സോ ഞാനിപ്പോൾ ഉള്ളത് ക്യാമ്പ് നോയൽ റിസോർട്ടിലാണ്. താങ്ക്സ് ടു യാത്രാലോകം ഹോളിഡേയ്സ്, കാരണം അവരാണ് ഈ റിസോർട്ട് സജസ്റ്റ് ചെയ്തത്. സോ ഇന്ന് ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു റൂം ടൂർ കാണാം. സോ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തടിയൊക്കെ കൊണ്ടുള്ള ഒരു ഡോറാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഡോർ എന്നുള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ്, ആൻഡ് സെക്കൻഡ് ഡോർ എന്നുള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഫുൾ ഓഫ് പച്ചപ്പ് ആൻഡ് ഹരിതാപ. നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു റൂമാണ്. സൈഡിൽ നമുക്ക് കോഫിയോ ചായയോ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബെഡിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ടേബിളുണ്ട്. പിന്നെ റൂമിലൊരു TV ഉണ്ട്. ഇവിടെ ഫാനും AC ഒന്നുമില്ല, കാരണം ഇവിടുത്തെ ക്ലൈമറ്റിന് അതിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ എങ്ങനെ ആയിരിക്കും എന്നറിയാനാണ്. ആദ്യം തന്നെ ഗാർഡൻ വ്യൂ ആണെന്നുള്ളത് നമ്മുടെ യാത്രാലോകം ഹോളിഡേയ്സ് നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. അതിനുശേഷം ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഒരു അലമാരിയും അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ വാഷ്റൂമിലേക്ക് കയറുമ്പോൾ ആവശ്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു വാഷ്റൂമാണ്. നമുക്ക് സോപ്പുണ്ട്, ഷവർ ജെല്ലുണ്ട്, ഷാംപൂ, മോയ്സ്ചറൈസർ, ഡെൻ്റൽ കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂമിൽ നിന്നുള്ള വ്യൂവും നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂവും ഏകദേശം സിമിലർ ആണ്. ഒരു ബ്യൂട്ടിഫുൾ വാലിയാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത്. അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മുടെ കോട്ടേജിനകത്ത് വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ്. ആൻഡ് അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ റിസോർട്ടിൽ ശരിക്കും എങ്ങോട്ട് തിരിഞ്ഞാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ മാത്രമാണുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റൂമിലിരുന്നു കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കാനാണ്. എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ജനലിൽ കൂടെ ഇങ്ങനെ കാല് പുറത്തിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വാലി ഓഫ് ഫ്ലവേഴ്സൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര വൈബാണ്. അപ്പോൾ അവർ നമുക്ക് ചുക്ക് കാപ്പിയും അതുപോലെ തന്നെ കോഫിയും ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചുക്ക് കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഐ ഹാഡ് എ വെരി ഗുഡ് കോഫി. അതും കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങി. പകലിനായി മഴയാകാം, കുളിരായി പീലി വിടരാം, ഈ പൂഞ്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ, ഈ ആകാശങ്ങളാകെ നിലവേ നിലവേ, ഈ ഉച്ചയായപ്പോൾ അവർ നമുക്ക് ഫുഡ് റൂമിൽ കൊണ്ടുവന്നു. നമ്മൾ ഓർഡർ ചെയ്തത് റൈസും അതുപോലെ ചിക്കൻ്റെ ഒരു കറി, പിന്നെ അച്ചാറ്, സലാഡ്, പിന്നെ ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുനാണ് പറഞ്ഞത്. ഓവറോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. അതിനുശേഷം നമ്മൾ പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരും പൂളിൽ പോയി. അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം നല്ല തണുപ്പായതുകൊണ്ട് വേറെ ആരും അങ്ങോട്ട് വന്നില്ല. സോ ബേസിക്കലി നമുക്കിതൊരു പ്രൈവറ്റ് പൂള് പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്തു. എനിക്ക് സുഖമില്ല, നല്ല തണുപ്പാണ്. എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സമയം ഞാൻ വെള്ളത്തിലിങ്ങനെ സ്പെൻഡ് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. സോ മാക്സിമം അതിങ്ങനെ യൂട്ടിലൈസ് ചെയ്യായിരുന്നു ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൈമറ്റൊക്കെ അങ്ങ് മാറി നല്ല രീതിക്ക് ഇരുളാൻ തുടങ്ങി. അപ്പം തന്നെ മനസ്സിലായി മഴ പെയ്യാൻ പോവുകയാണെന്ന്. ശരിക്കും മഴ പെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോയി. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഫുൾ കോടയൊക്കെ ഇറങ്ങിയിട്ട് റൂമിൽ നിന്നുള്ള വ്യൂ കണ്ടോ. എനിക്ക് ഈ വ്യൂ ശരിക്കും ഐ വാസ് ഒബ്സെസ്ഡ് വിത്ത് ദിസ് പ്ലേസ് ആൻഡ് ദിസ് വ്യൂ. ഞാൻ ഏറ്റവും കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തതും ഈ ഒരു സ്ഥലത്തായിരിക്കും. ഈവനിങ് ആയപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഹെയറൊക്കെ ഒന്ന് കേൾ ചെയ്ത് സുന്ദരിയായിട്ട് ഞാൻ ഒരു ഈവനിങ് വാക്കിന് പോയി. ഈ കോച്ചി പിടിക്കുന്ന തണുപ്പത്ത് ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങി. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇത് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ ആണ്. ഇന്ന് മഴ ആയതുകൊണ്ട് ക്യാമ്പ് ഫയർ ഇല്ല, അതല്ലെങ്കിൽ എന്നും ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഐ സോ ബ്യൂട്ടിഫുൾ ഡാലിയ പിനാറ്റ ഫ്ലവർ. തിരിച്ച് ഞാൻ എൻ്റെ സർക്കിട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പം എനിക്കൊരു ചായയൊക്കെ ഇട്ട് തന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും റിസപ്ഷനിൽ പോവുകയാണ്. ബിക്കോസ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മളൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ അവരതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പോയി നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്. വാ പോവാം.
ശ്രുതിയിൽ ചേരും ഇവരുടെ മൂകസലാപം തെന്നലിൻ തഴുകലെന്നോർത്തു പോയി ഞാൻ മനസ്സിന്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോല ചുണ്ടിൽ കത്തിയൊരീണത്തിൻ തുള്ളി ഈ വിരൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിനുൾ തുടിയാണെന്നും ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ എന്നുള്ളിൽ തുടിച്ചതും ഇവനെ കാണാനല്ലോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫ് നമുക്കൊരു കോംപ്ലിമെൻ്ററി മോർണിംഗ് ഗ്ലോറിയുടെ ഒരു നാച്ചുറൽ ടീ ഓഫർ ചെയ്തു. ഐ ബിക്കെയിം വെരി ഹാപ്പി. ശരിക്കും നമ്മൾ വന്ന സമയം തൊട്ട് പോകുന്നത് വരെയും അവർ നമുക്ക് ഒരു ഫാമിലി പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ ഡിന്നർ. तू रूह है तो मैं कायल बनूं, ताउम्र मैं तेरा साया बनूं, कह दे तो बन जाऊं बेराग मैं, कह दे तो मैं तेरी माया बनूं. ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിന്നർ ഐ എവർ ഹാഡ് ഇൻ മൈ ലൈഫ്. ടേബിൾ നിറച്ചും ഫുഡാണ്. മാക്സിമം ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഞാൻ യാത്രാലോകം ഹോളിഡേയ്സിനോട് ആദ്യമേ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കേക്ക് വേണം എന്നുള്ളത്. സോ എനിക്കറിയില്ല ഈ കേക്ക് ആരാണ് ബേക്ക് ചെയ്തതെന്ന്. ആരായാലും നല്ല അടിപൊളി കേക്കായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ് കേക്ക് കഴിച്ചിട്ടില്ല. ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് ഫാനല്ല, ബട്ട് ഇത് കഴിച്ചപ്പോൾ ഐ റിയലി ഫെൽറ്റ് വെരി ഗുഡ്. അതുകൊണ്ട് ആരായാലും താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നമുക്ക് നാളെ കാണാം. ബൈ. ഗുഡ് മോർണിംഗ്. രാവിലെ ഇങ്ങനൊരു വ്യൂ ഒക്കെ കണ്ട് പല്ല് തേക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശരിക്കും ഒരു 2 മിനിറ്റിൽ പല്ല് തേക്കേണ്ട ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ ബ്രഷും പിടിച്ച് ഇതിനകത്ത് നിന്നു എന്നുള്ളതാണ് സത്യം. ഐ ലവ് ദിസ് വ്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് പോയി. സോ ഇഡ്ഡലി, 2 ചട്നി, സാമ്പാർ ഇതൊക്കെ ആദ്യം കഴിച്ചു. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ചോലെ ഭട്ടൂരെ പിന്നെ ഓംലെറ്റ് കഴിച്ചു. പിന്നെ കുറേ കട്ട് ഫ്രൂട്ട്സും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രെഡ് അങ്ങനെ കൈ കിട്ടിയതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ ജീപ്പിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ റിസോർട്ടിന് പുറത്തേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ പോകാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇനി എപ്പോഴെങ്കിലും എൻ്റെ ലൈഫ് ടൈമിൽ ഞാനിവിടെ വരുമോ, ഇവിടെ സ്റ്റേ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. ഐ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ അറ്റ് ദിസ് റിസോർട്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് സീതപ്പഴവും അതുപോലെ അവിടുത്തെ പാഷൻ ഫ്രൂട്ടും വാങ്ങിച്ചു. നിങ്ങൾ എന്തായാലും മൂന്നാറിലോ വട്ടവടയിലോ ഒക്കെ വരുവാണെങ്കിൽ എന്തായാലും വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ അതായിരുന്നു നമ്മുടെ ഒരു വട്ടവട ആനിവേഴ്സറി വ്ളോഗ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ ഷാനു സിംഗ്. ബൈ. Hey Saloma 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 hey hey Saloma 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 hey Saloma 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 hey hey Saloma 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 walking in the moonlight I'm thinking of you listening to the raindrops I'm thinking of you ilaman kannilude I'm thinking of you ഇളനീർ കനവിലൂടെ